ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെ കുക്കിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇത് ഒരു ബോക്സ് കുറേ ദിവസമായിട്ട് വീട്ടിൽ വന്നിട്ട് ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പാത്രങ്ങളാണ് കാസ്റ്റ് ചെയ്യേണ്ട ഒരു കടായി ഉണ്ട്. പിന്നെ ഇതാ നല്ലൊരു പത്തിരിച്ചട്ടി ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് താളിക്കാനൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു സംഭവം. നെക്സ്റ്റ് ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കുക്കറാണ്. ഇതിന്റെ കൂടെ വാറണ്ടി കാർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കുക്കറാണ്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾക്കിപ്പോൾ കാസ്റ്റ് അയണിൻ്റെയും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും വരുന്ന പ്രൊഡക്ട്സ് ആണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് കൂടാതെ കോപ്പറിലും വുഡിലും ബ്രോൺസിലും ക്ലേയിലൊക്കെ വരുന്ന പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഹാൻഡിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടോ. ഞാൻ ഇതിലാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിൽ പൊട്ടാറ്റോയും ചിക്കൻ്റെ എല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കുക്കർ കേട്ടോ. നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് പാകത്തിനുള്ള ഒരു കുക്കറാണ് കേട്ടത്. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പാർട്സും അതുപോലെ നമ്മൾ സ്നാക്കിലേക്കൊക്കെ എടുത്തിട്ടുള്ള എല്ലിൻ്റെ പീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിട്ടിട്ട് അതിൻ്റെ കൂടെ പൊട്ടാറ്റോയും ഇട്ടിട്ട് ഒരു കറി വെക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ക്യൂബ്സ് ആണ് കേട്ടോ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും പിന്നെ തക്കാളിയും പിന്നെ ഒരു സവാളയുടെ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡറുകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ലിറ്ററിൽ വരുന്ന ഒരു കുക്കറാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലേക്ക് പാകത്തിന് വരുന്ന ഒരു കുക്കറാണിത്. കുറേ ദിവസമായിട്ട് അൺബോക്സ് ചെയ്യണം വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ വിട്ടുപോയതാണ് ഓരോ തിരക്കിൽ. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല കേട്ടോ. ഈ ഒരു കടായി അതുപോലെ തന്നെ ഈ ഒരു പത്തിരിച്ചട്ടിയും ഞാൻ ഇപ്പോൾ എടുക്കണില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കേടുവരുത്തണ്ട വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഒരു താളിക്കണയിൽ നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. 10% ഓഫ് കിട്ടും നമ്മളുടെ നെക്സ്റ്റ് പർച്ചേസിൽ. അപ്പോൾ അതിനുള്ളൊരു കാർഡും ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് മറ്റ് പ്രൊഡക്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് താളിക്കാനുള്ള ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. കറിയിലേക്കുള്ള സവാള വറവായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ.
ഇതുപോലെ നമ്മൾ ചിക്കൻ്റെ എല്ലൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് അത് വെറുതെ നമ്മൾ സ്നാക്കിന് എടുക്കുമ്പോൾ കളയാൻ വേണ്ടിയിട്ട് വെച്ചതാണല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് മേക്കർ ആക്കിയിട്ട് കറിക്കൊക്കെ എടുക്കുകയും ചെയ്യാം. ഇതാ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വറുത്തരച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് പച്ചത്തേങ്ങയാണ് അരച്ചൊഴിച്ചിട്ടുള്ളത്. ഭാസ്കർക്കാക്ക് ഇന്ന് നേരത്തെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഭാസ്കർക്ക് വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അസ്കർക്ക് അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഉമ്മ ഇപ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ചോറിനുള്ള വെള്ളം വെക്കട്ടെ. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമേ പോക്കുള്ളൂ. ആദ്യമൊക്കെ എല്ലാ ദിവസവും പോയിട്ട് അങ്ങനെ മീനും ഒക്കെ അന്നത്തേക്കുള്ള അപ്പം തന്നെ കൊണ്ടുവരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം പോക്കുള്ളൂ. ഇത് തലേ ദിവസം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചി നല്ലോണം ഫ്രീസായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വെളുത്തുള്ളി ഫ്രീസ് ആയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചപ്പം വല്ലാതെ അലിഞ്ഞു പോയി. അപ്പോൾ ഇനി ഒന്നും കൂടി ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കണം. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ നോമ്പിന് മാത്രം ഇങ്ങനെ ചെയ്യാറുള്ളായിരുന്നു. അപ്പം കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടായപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തു വെക്കാൻ വിചാരിച്ചു. ഷേസ് എഴുന്നേറ്റ് വന്നിട്ട് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലായിട്ട് ഭയങ്കര ലാവിഷായിട്ട് ഉറക്കമാണ് കുട്ടികളൊക്കെ. ഇപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ സമൂസ. വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കന്നാസിത ഈ ഒരു കഞ്ഞിവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അതിൽ മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കിയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ നല്ല വെള്ളം വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ ചെയ്യുകയാണ്, ഓരോ കന്നാസ് ഇങ്ങനെ കഴുകിയിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യൽ.
കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി മീൻ നമ്മളിവിടെ കോരമീൻ എന്നാണ് കേട്ടോ അതിന് പറയുക. കോരമീൻ എന്ന് മാത്രമല്ല പുതിയാപ്ലക്കോര എന്നാണ് കേട്ടോ പറയുക. നിങ്ങളെന്താ അതിന് ഈ ഒരു മീനിന് പറയുക? ചിലർ കിളിമീൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ പുതിയാപ്ലക്കോര എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. മീനിലേക്കുള്ള മസാലയും ഞാനിതാ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അങ്ങനെ മീൻ മസാല തേച്ച് വെച്ചു. ഇനി പയറ് തോരനാണ്. പയറ് തോരനല്ല, പയർ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പയറ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ക്ലീനിങ്ങും പയറുപ്പേരി ഉണ്ടാക്കലും അതുപോലെ മീൻ പൊരിക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാ പയറും റെഡിയായി. പിന്നെ ഇതാ മീനും ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കറി ഇതാ തലേ ദിവസത്തെ മുരിങ്ങക്കായ കറി ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വിറകടുപ്പ് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൽ തുരുമ്പെടുക്കാതിരിക്കാനും പിന്നെ ഒരു തിളക്കം കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കൽ നമ്മൾ ചിക്കനും ഇതൊക്കെ പൊരിച്ചിട്ടുള്ള നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തു വെക്കും വേറൊരു പാത്രത്തിൽ. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കൽ. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അകത്തൊക്കെ ഇന്ന് അടിച്ചു വാരി തുടക്കണ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴാണ് മുട്ടപ്പൊതി ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള മുളകൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അടുപ്പിൽ കനലുണ്ടെങ്കിൽ അതിലിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഞാൻ കനലൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്. അപ്പം ഞാൻ ഗ്യാസിലിങ്ങനെ ചുട്ടെടുത്തു. ഇനി നമുക്ക് ആവശ്യം കുറച്ച് പുളിയാണ് കേട്ടോ. അത് ഇതാ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പുളിയും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തോടു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഉപ്പിട്ടിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പുളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഒരു ഓംലേറ്റ് റെഡിയാക്കണം. അപ്പോൾ അതിന് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഓംലേറ്റാണ്, ഉള്ളിയൊന്നും ചേർക്കണ്ട. പിന്നെ വാഴയില ഇതാ ഇതുപോലെ ഇങ്ങനെ വാട്ടിയെടുക്കുകയും വേണം. എന്നിട്ട് ഓംലേറ്റ് ഇതാ വലിയ ഓംലേറ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ വാഴയിലയിൽ ഓംലേറ്റ് വെച്ച് അതിലാണ് നമ്മൾ ചോറ് പൊതിയണത്. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓംലേറ്റ് നമ്മളിങ്ങനെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ കുറച്ചും കൂടെ ചമ്മന്തിയും അച്ചാറും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് അധികം കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഓംലേറ്റും ചമ്മന്തിയും ഉപ്പേരിയൊക്കെ മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം ആദ്യം ഓംലേറ്റ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ഇലയും നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് മുട്ടപ്പൊതി എന്ന് പറയുന്നത്. ഒരു നാടൻ ചോറും ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വ്ളോഗ്. ഇത് കഴിഞ്ഞിട്ട് മക്കൾക്കാണ് കേട്ടോ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.